ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. സമയം ഇപ്പോൾ 10:45. ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ഫോണും ടി വി ഒന്നും ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഫോണിൽ ഒരു എന്താ പറയാ, ഒരു ഒരു ഇത് കണ്ടു, അതായത് മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ മാസപ്പിറവി കണ്ടപ്പോൾ നാളെ മുതൽ നമുക്ക് വ്രതം തുടങ്ങുകയാണോ അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾക്കല്ല, സൗദി അറേബ്യയിലാണ് മാസപ്പിറവി കണ്ടത്. അപ്പോൾ ഒമാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് നാളെ മുതൽ റമദാൻ നോമ്പ് തുടങ്ങുകയാണ്. അപ്പോ വിശ്വാസികളായ എല്ലാവരും ആ നോമ്പിന് വേണ്ടിയിട്ടുള്ള ആ നനച്ചുള്ളി എന്നാണ് പറയാ അല്ലെ, അതൊക്കെ ചെയ്ത് വ്രതശുദ്ധിയോടുകൂടി ഇവിടെ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. വ്രതശുദ്ധിയുടെ കാലമാണ്. അതുപോലെ തന്നെ ഒരുപാട് മനസാക്ഷികളുടെ കാലമാണെന്നും കൂടെ എനിക്ക് പറയണം ഈ ഒരു അവസരത്തിൽ. എന്തായാലും ആ ഒരു നോമ്പെടുക്കാനുള്ള എല്ലാ ആരോഗ്യവും ആയുസ്സും ഒക്കെ ദൈവം തരട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതേപോലെ എൻ്റെ രണ്ടാമത്തെ വർഷമാണ് ഈ നോമ്പ്. രണ്ടാമത്തെ വർഷത്തെ നീയത്തോടു കൂടി, അതായത് ഒരു നോമ്പ് എടുക്കേണ്ടത് എന്താണെന്നുള്ള നീയത്ത് വെച്ചിട്ടുള്ള രണ്ടാമത്തെ വർഷമാണിത്. നമ്മുടെ ഈ വർഷത്തെ മാസപ്പിറവി നമ്മുടെ അവിടെ കണ്ടിട്ടില്ല, മറ്റന്നാളാണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ എന്തായാലും മറ്റന്നാൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞായർ, തിങ്കൾ, ചൊവ്വ അല്ലെ. ചൊവ്വാഴ്ച ഒമാനിലും നമ്മൾക്കും ഏകദേശം ആ സമയത്താണെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അപ്പം എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് നിങ്ങളെപ്പോലെ നോമ്പെടുക്കാനായിട്ട്, വ്രതാരംഭം അനുഷ്ഠിക്കാനായിട്ട്. കാരണം ഒരു വ്രതാരംഭത്തിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നും ഇന്നലെയും കേട്ടതല്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഈ നോമ്പിനെ കുറിച്ചും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതിനൊക്കെ ഞാനിങ്ങനെ, നമ്മൾ സ്വൈത്തമാക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളൊരു നോമ്പ് എടുത്തത് കൊണ്ട് നമ്മളതൊരു ഒരു മുസ്ലിം ആവണമെന്നില്ല. നമ്മളൊരു നമ്മുടേതായ പിന്നെ കൾച്ചറിൽ, നമ്മുടേതായ മതത്തിൽ വിശ്വസിച്ച്, നമ്മുടേതായ ദൈവത്തിൽ കാലുറപ്പിച്ച് വെച്ചിട്ട് നമ്മളുടേതായ വിശ്വാസം നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അപ്പൊ അതിനെ പല രീതിയിലും വ്യാഖ്യാനിക്കരുത്. എനിക്കൊരവസരത്തിൽ പറയാനുള്ളത് അതാണ്. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ നോമ്പെടുക്കാനുള്ള ആയുസ്സും ആരോഗ്യവും തമ്പുരാൻ എനിക്ക് തരണേ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കണം. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാന് എന്താ പറയാ, ഈ എന്തൊക്കെയോ പറയുമല്ലോ, അങ്ങനെയല്ല, പക്ഷെ എൻ്റെ അനുഭവമാണ്. എനിക്ക് ഒരുപാട് ബാക്ക് പെയിൻ ഉള്ള ആളായിരുന്നു, ഒരുപാട് പ്രശ്നം. എൻ്റെ വീഡിയോകൾ എടുത്ത് നോക്കി അറിയാം, വല്ലാത്തൊരു വിഷമത്തിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ഓരോ പ്രശ്നങ്ങൾ നീങ്ങി, ഓരോ കാര്യങ്ങൾ. അപ്പൊ നമുക്കൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഞാനൊരു ചേച്ചിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചേച്ചിന്റെ വീട് പണി എന്തോ റെഡി ആവാത്തതുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ആ ചേച്ചിന്റെ തൊട്ടടുത്തുള്ള ഇത്താത്ത വന്ന് പറഞ്ഞു, ചേച്ചി നിങ്ങൾ ഈ വർഷത്തെ നോമ്പടിക്കും, നീയത്ത് വെച്ചിട്ട് നീയത്തോടു കൂടി നിങ്ങൾ ഈ വർഷത്തെ നോമ്പടിക്കുന്നു പറഞ്ഞു. അങ്ങനെ അപ്പൊ നിങ്ങളുടെ അടുത്ത വർഷം ആകുമ്പോഴേക്കും നിങ്ങളുടെ ഉറപ്പായിട്ടും നിങ്ങളുടെ നടക്കാത്ത ഈ വീട് പണി നടന്നിരിക്കുന്നത്. അങ്ങനെ ആ ചേച്ചി ആ നോമ്പെടുക്കുകയും പിന്നെ അവർക്ക് നടക്കാത്ത, അവരുടെ എത്ര കിണിഞ്ഞ് ശ്രമിച്ച് നടക്കാത്ത അവര് വീട് പണി സക്സസ് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കുണ്ടായ കാര്യം, എൻ്റെ അനുഭവം എനിക്ക് നിങ്ങളോട് പറയണമല്ലോ. അപ്പോൾ ഞാനിവിടെ എനിക്കുണ്ടായ കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷത്തിലേക്ക് കാല് വെക്കുമ്പോഴും, അതുപോലെ ഈ വർഷത്തെ റമദാൻ നോമ്പ് എടുക്കുന്ന ഈ ഒരു ടൈമിലും എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.